ക്ലിപ്പ് എൻ്റെ മുമ്പിൽ ഈ കാണുന്നത് ഓലയുടെ ഏറ്റവും പുതിയ മോഡലായ S1X Gen 3 4 kW വേരിയന്റ് മോഡലാണ്. വണ്ടി മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 1.5 ആഴ്ചയെങ്കിലും ആയി കാണത്തുള്ളൂ. വണ്ടിയുടെ ഡെലിവറി വീഡിയോ ഞാൻ ഇട്ടപ്പെടുത്തതിന് ഒരുപാട് പേര് എന്നോട് ഈ വണ്ടിയുടെ യൂസർ റിവ്യൂസും വണ്ടിയുടെ മൈലേജ് ടെസ്റ്റും ഇവിടെ റേഞ്ച് ടെസ്റ്റിനെ പറ്റിയും എല്ലാം ഒരുപാട് കമന്റ്സ് വന്നിരുന്നു. എന്തായാലും ഈ വണ്ടിയെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ആയിട്ടും ഈ വണ്ടി റൈഡ് ചെയ്തിട്ട് ഈ വണ്ടിയുടെ റൈഡ് മോഡ്സിനെ പറ്റിയും എല്ലാം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്നായിരിക്കുന്നു. ഇതിനെപ്പറ്റി പറയുന്ന എല്ലാം തികച്ചും എൻ്റെ ഈ വണ്ടിയായിട്ടുള്ള ഒരു 1.5 ആഴ്ചത്തെ എക്സ്പീരിയൻസിലെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഈ വണ്ടിയായിട്ട് ലോങ് ടൈം റിവ്യൂ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ജസ്റ്റ് ഞാനൊരു 5-6 ദിവസം കൊണ്ട് ഞാൻ ഈ വണ്ടി ഓടിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളും ഈ വണ്ടിയുടെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത് ഓലയുടെ S1X Gen 3 4 kW എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഈ വണ്ടിക്ക് ഇതേപോലെ തന്നെ 2 kW 3 kW എല്ലാം ബാറ്ററി കപ്പാസിറ്റി ഉള്ള വേരിയന്റുകളുണ്ട്. പക്ഷെ അതെല്ലാം അപേക്ഷിക്കുമ്പോഴത്തേന് അതിൻ്റെ ഉള്ള എല്ലാം റേഞ്ചിൽ വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ഫീച്ചറിലും ഈ വണ്ടിയിൽ വ്യത്യാസം വരത്തില്ല. ഇതിലോട്ട് ഞാൻ ബുക്ക് ചെയ്യാൻ പോയപ്പോഴത്തേന് എൻ്റെ മനസ്സിൽ എടുക്കണമെന്ന് വെച്ചത് 3 kW എന്ന് പറഞ്ഞ വേരിയന്റ് തന്നെയാണ്. എന്തുകൊണ്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ആ ഒരു റേഞ്ചൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. ഇപ്പോഴത്തേന് 3 kW എന്ന് പറഞ്ഞ വേരിയന്റ് എടുത്താൽ എൻ്റെ ഒരു ഡെയിലി യൂസിന് ചിലപ്പോൾ അത് അഫക്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ കുറച്ചുകൂടെ ബാറ്ററി കപ്പാസിറ്റി ഉള്ള 4 kW തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇവിടെ മറ്റുള്ള പ്രോ വേരിയന്റുകളിൽ നിന്ന് ഈ വേരിയന്റിലോട്ട് വരുമ്പോഴത്തേന് ഇവിടെയുള്ള കവറിംഗ് ഒക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് തികച്ചും സത്യം പറഞ്ഞാൽ ഒരു ബേസ് വേരിയന്റ് മോഡൽ എന്ന് മാത്രമേ വണ്ടിക്ക് പറയാൻ പറ്റൂ. ഡെയിലി യൂസിന് വേണ്ടിയിട്ട് തികച്ചും റേറ്റ് കുറഞ്ഞ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവർ ഇറക്കിയൊരു വണ്ടി. മോഡലിനെ വെച്ച് നോക്കുമ്പോഴത്തേന് എനിക്ക് ഈ ടൈപ്പ് സ്വിച്ചുകളാണ് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത് തന്നെ. പിന്നെ ഓലയുടെ പ്രോ വേരിയൻസിൽ വരുന്ന പോലത്തെ വലിയ ടി ഡിസ്പ്ലേ ഒന്നും അല്ല ഇതിനിപ്പോൾ കൊടുത്തേക്കുന്നത്. ചെറിയ ഒരു LED ഡിസ്പ്ലേ ആണ് ഇതിന് വന്നേക്കുന്നത്. ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് ഓണായി കാണിച്ചു തരാം. ഒരു കളർ ഡിസ്പ്ലേ ആണ് അവർ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് അറിയാനും പറ്റത്തുള്ളൂ. ബാറ്ററി പെർസെൻറ്റേജ്, എത്ര റേഞ്ച് ഓടുമെന്നുള്ളത്, എത്രയാണ് സ്പീഡ് പോകുന്നത്, ജസ്റ്റ് പാർക്ക്ഡ് ആണോ വണ്ടി, ഏത് മോഡാണ് വണ്ടി ഓടുന്നത് എന്നുള്ളത്, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ, ക്രൂസ് കൺട്രോളിന്റെ ഒരു ഇൻഡിക്കേഷൻ വരും, എത്ര ട്രിപ്പ്. ഈ ട്രിപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും വണ്ടി എൻഡ് ചെയ്യുമ്പോഴത്തേനുള്ള കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പഴയ ട്രിപ്പ് 1, ട്രിപ്പ് 2, ട്രിപ്പ് 3 അങ്ങനെയൊന്നും അല്ല വരുന്നത്. ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് എത്ര കിലോമീറ്റർ ഓടി, അത് കഴിഞ്ഞിട്ട് എൻഡ് ചെയ്യുമ്പോഴത്തേന് എത്ര കിലോമീറ്റർ ഓടി, പിന്നെ വണ്ടിയുടെ ടോട്ടൽ ഓഡോമീറ്റർ, ഇവിടെ ടൈമും നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. പിന്നെ ഒരു വണ്ടിയിൽ മറ്റേ S1 Proയിലൊക്കെ വരുന്ന പോലെ ഈ ഒരു സ്പീക്കർ സിസ്റ്റം ഒന്നും ഈ വണ്ടിക്കകത്തില്ല. അതിന് പകരം ഈ വണ്ടിക്കകത്ത് വെച്ചേക്കുന്നത് 2 സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് മൊബൈൽ ഹോൾഡറോ പിന്നെ അത്യാവശ്യം സ്പേസോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ സാധനങ്ങൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയും സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രം കൊടുത്തേക്കുന്ന സ്പേസ് ആണത്. അതുപോലെ തന്നെ ഇവിടെ ഒരു 3 കിലോ വരെ കപ്പാസിറ്റി ഉള്ള ഒരു ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. സാധനങ്ങൾ നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ തൂക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. ഫ്രണ്ട് ഫുഡ് സ്പേസിലോട്ട് വരുമ്പോഴത്തേന് തികച്ചും ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യ സാധനങ്ങളും ഉണ്ടെങ്കിൽ ഒരു ഗ്യാസ് കുറ്റി വരെ നമുക്ക് ഇതിനകത്ത് ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. S1X Gen 2ൽ നിന്ന് Gen 3ലോട്ട് വന്നപ്പോഴത്തേന് വന്ന മെയിൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവർ ഈ ഹബിന്റെ മോട്ടറിന് മാറ്റിയിട്ട് ചെയിൻ ഡ്രൈവ് സിസ്റ്റം ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വണ്ടി ചൂസ് ചെയ്തിട്ട് ഈ വണ്ടി എടുക്കാനായിട്ട് എനിക്ക് തോന്നിയത്. ഹബ് മോട്ടർ ആയപ്പോഴത്തേന് വണ്ടിക്ക് ഒരുപാട് പോരായ്മകളും വണ്ടിക്ക് ഒരുപാട് കംപ്ലൈൻസും ഈ ഹബിന്റെ സ്ഥലത്ത് നിന്ന് തന്നെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതീ മാറ്റി S1 Gen 3 വന്നപ്പോഴത്തേക്കും ആ പോരായ്മകളെല്ലാം മാറി, ആ കംപ്ലൈന്റ് എല്ലാം മാറിയിട്ടുണ്ടെന്നാണ് അവർ ആദ്യമേ പറഞ്ഞത്. അവിടെ ചാർജിങ് സോക്കറ്റ് വരുന്നത് ഈ ബാക്ക് സൈഡിൽ തന്നെയാണ്. അത് നമ്മൾ ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതേ ഇവിടെ ടാപ്പ് ചെയ്താൽ മാത്രം മതി, ഈ ചാർജിങ് പോർട്ട് ഓപ്പൺ ആയിട്ട് വരും. ഇത് കവർ ചെയ്യാനായിട്ട് ക്യാപ്പ് ഒന്നും നമുക്ക് വണ്ടി മേടിക്കുന്ന ടൈമിൽ കിട്ടത്തില്ല. അത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റിൽ മേടിച്ച് വെക്കേണ്ടി വരും. ഇത് ജസ്റ്റ് ഇതിനായിട്ടൊരു സ്പോഞ്ച് ടൈപ്പിലുള്ള കവറിങ് ആണ് ഇപ്പോൾ വണ്ടിക്കകത്ത് സ്റ്റോക്ക് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതുകൊണ്ട് വലിയ യൂസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് ഇതുവരെ യൂസ് ചെയ്തിട്ട് അങ്ങനെ വലുതായിട്ട് യൂസ് ഒന്നും തോന്നിയിട്ടില്ല. വണ്ടിയുടെ കൺട്രോൾസ് വണ്ടിയിൽ വരും സ്വിച്ചസ് വരുമ്പോഴത്തേന് വണ്ടിയിൽ മെയിനായിട്ട് വരുന്ന സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ ഒരു മോഡ് മാറ്റാനായിട്ട് ഇവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റാർട്ടിങ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ക്രൂസ് കൺട്രോളിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു റിവേഴ്സ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോഴത്തേന് ഒരു ലൈറ്റിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഡിമ്മും ബ്രൈറ്റും മാറ്റാനായിട്ടുള്ള ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഇൻഡിക്കേറ്റേഴ്സ്, ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കാനായിട്ട് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോണിന് വേണ്ടിയിട്ട് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ബേസിക് ആയിട്ട് ജസ്റ്റ് ഇത്രയും സ്വിച്ചസ് മാത്രമേ ഈ വണ്ടിക്കകത്ത് വരുന്നിട്ടുള്ളൂ. വണ്ടി കൊടുത്തേക്കുന്നത് LED ലൈറ്റ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രകാശം രാത്രി കാലങ്ങളിൽ നമുക്ക് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഒരു DRL ടൈപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നിലവിൽ വർക്കായി കിട്ടത്തില്ല. അത് നമുക്ക് കഴിയണമെങ്കിൽ കത്തിക്കാം, പക്ഷേ അത് ആഫ്റ്റർ മാർക്കറ്റിൽ ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ എന്തെങ്കിലും വെളിയിൽ നിന്ന് ചെയ്യാൻ നോക്കിയാൽ ഇതിന്റെ വാറണ്ടി കട്ടാവുമെന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ബൂട്ടും ഒന്ന് ഓപ്പൺ ആയി കാണിക്കാം. ഈ കീ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താൽ മാത്രം മതി, വണ്ടിയുടെ ബൂട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവും. വണ്ടിയുടെ ബൂട്ട് സ്പേസിനെ പറ്റി പറയുകയാണെങ്കിൽ 2 ഫുൾ സൈസ് ഹെൽമെറ്റുകൾ സുഖമായിട്ട് ഇതിനകത്ത് ഇരുന്നുകൊള്ളും. ഇവിടെയും ഇവിടെയായിട്ട് 2 ഹെൽമെറ്റ് സുഖമായിട്ട് ഇരുന്നുകൊള്ളും.
വണ്ടി മേടിക്കുമ്പോൾ തന്നെ സ്റ്റോക്കായിട്ട് അവർ 2 ഹെൽമെറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ മികച്ചൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. വണ്ടിയുടെ റേഞ്ചിനെ പറ്റി പറയാനാണെങ്കിൽ നിലവിൽ 95% ചാർജിൽ 122 കിലോമീറ്റർ ആണ് നോർമൽ മോഡിൽ പോകുന്നത് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജസ്റ്റ് ഈ മോഡുകൾ മാറ്റുമ്പോഴത്തേന് ഈ റേഞ്ചും മാറി വരും. 95% ചാർജിൽ 154 കിലോമീറ്റർ എക്കോ മോഡിൽ പോകുന്നവർ പറയുന്നുണ്ട്, വണ്ടി കാണിക്കുന്നുണ്ട്. നേരെ മറിച്ച് സ്പോർട്സ് മോഡിലാണെങ്കിൽ ഈ വണ്ടി 95%-ൽ 107 കിലോമീറ്റർ മാത്രമേ ഓടത്തുള്ളൂ. എന്തായാലും ഞാൻ ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിക്കും. വണ്ടി ഓടിക്കാനായിട്ട് വളരെ സിമ്പിളും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഈ വണ്ടിക്കത്തുള്ളൂ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബ്രേക്ക് പ്രസ് ചെയ്യുക, ജസ്റ്റ് ഈ സ്റ്റാർട്ടറിന്റെ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ ഇവിടെ ഈ മോഡ് വരും. ഈ മോഡ് നമുക്ക് നോർമൽ മോഡിലായിട്ടാണ് ബേസിക് ആയിട്ട് വരുന്നത്. ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഇതിലായിട്ട് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇപ്പോൾ എക്കോ മോഡിലായിട്ടാണ് വണ്ടി കിടക്കുന്നത്. ജസ്റ്റ് ആക്സിലേറ്റർ എടുക്കുമ്പോൾ തന്നെ വണ്ടി മൂവായി തുടങ്ങും. ഇനി എവിടെയെങ്കിലും പോയിട്ട് വണ്ടി റിവേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ റിവേഴ്സിന്റെ ബട്ടൺ പ്രസ് ചെയ്താൽ ഇവിടെ റിവേഴ്സ് പറഞ്ഞിട്ട് കാണിക്കും. ജസ്റ്റ് വീണ്ടും വണ്ടി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ നോർമൽ ഫോർവേഡ് മോഷനിലല്ല, വണ്ടി തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേന് റിവേഴ്സ് മോഡിൽ വണ്ടി പവർ പോകത്തുള്ളൂ. റിവേഴ്സ് മോഡ് മാറ്റാനായിട്ട് വീണ്ടും ആ റിവേഴ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഞാൻ ഇപ്പോൾ ഓടിക്കുന്നത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ എക്കോ മോഡിലാണ് ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വണ്ടി 0 to 40 വരെ യാതൊരു തരത്തിലുള്ള നോയ്സും ചെയിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. ഞാൻ ഈ പറഞ്ഞ 1,23,000 രൂപ എന്ന് പറഞ്ഞ കോസ്റ്റ് വണ്ടിയുടെ ബാറ്ററി എക്സ്റ്റൻഡ് വാറണ്ടി ഇല്ലാതെയാണ് 1,23. വണ്ടിക്ക് എക്സ്റ്റൻഡ് വാറണ്ടി കൂടെ എടുത്തു കഴിഞ്ഞാൽ 1,30 വരെയൊക്കെ വണ്ടിയുടെ റേറ്റ് പോകും. ഈ ബാറ്ററി വാറണ്ടി എന്നുള്ള കണ്ടീഷൻ നമുക്ക് വണ്ടി എടുത്തു കഴിഞ്ഞ് 1 കൊല്ലം വരെ, വണ്ടി എടുത്തു കഴിഞ്ഞ് 1 കൊല്ലം വരെയുള്ള ടൈം പീരീഡിൽ ഏത് ടൈം വേണമെങ്കിലും നമുക്ക് എടുക്കാം. അത്രയും ടൈമിനുള്ള എപ്പോൾ എടുത്താലും നമുക്ക് ഈ വാറണ്ടി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഈ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് ചോദിച്ചപ്പോഴത്തേന് അവർ പറഞ്ഞത് ഫസ്റ്റ് 5000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് മാത്രം വണ്ടി ഷോറൂമിലോട്ട് കൊണ്ടെത്തിച്ചാൽ മതി. അത്രയും നാളെ നമ്മൾ ഈ വണ്ടി ജസ്റ്റ് ചാർജ് ചെയ്യുക, വണ്ടി ഓടിക്കുക, വേറൊരു മെയിൻ്റനൻസ് ഈ വണ്ടിക്ക് വരത്തില്ലെന്നാണ് അവർ അപ്പോഴും എന്നോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് 1 കൊല്ലം വരെ വണ്ടിയുടെ ചെയിൻ സോക്കറ്റിന് വരെ വാറണ്ടി ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. കാരണം എന്തെങ്കിലും ചെയിൻ സോക്കറ്റിന് എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിൽ സോക്കറ്റ് മൊത്തത്തിലടക്കം ഇതിൽ മാറി തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വണ്ടിക്ക് നിലവിലുള്ള 3 മോഡുകളുടെയും ടോപ്പ് സ്പീഡ് കൂടെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏറ്റവും മൈലേജ് എഫിഷ്യന്റ് ആയിട്ടുള്ള എക്കോ എന്ന് പറഞ്ഞ മോഡിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 42 to 43 ആണ്. അതിന് മുകളിൽ നമ്മൾ എത്ര കൈ കൊടുത്താലും വണ്ടി കയറി പോകത്തില്ല. പിന്നെ വരുന്ന നോർമൽ എന്ന് പറഞ്ഞ മോഡിലാണ് ഞാനിപ്പോൾ വണ്ടി ഓടിക്കുന്നത്. ആ മോഡ് ചേഞ്ച് ആകുമ്പോൾ തന്നെയുള്ള വണ്ടിയുടെ ആക്സിലേഷൻ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ വെക്കും. ബാക്കിൽ ആരെയും കയറ്റാതെ സോളോ ആയിട്ടാണ് ഞാൻ വണ്ടിയുടെ ഫുൾ റൈഡും ചെയ്തേക്കുന്നത്. നിരന്ന റോഡായിട്ട് കൂടി 0 to 70 വരെയൊക്കെ നല്ല സ്പീഡിൽ കയറി പോയെങ്കിലും പിന്നെ അങ്ങോട്ടുള്ള സ്പീഡെല്ലാം കുറച്ച് പയ്യെ വണ്ടി കയറി പോകത്തുള്ളൂ. ഞാൻ ഫുൾ ടോട്ടിൽ കൊടുത്ത് വെച്ചിട്ടും വണ്ടി 80 to 83 ആ റേഞ്ചിലാണ് നോർമൽ സ്പീഡിലെ ടോപ്പ് എൻഡ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഓടിക്കാൻ പോകുന്നത് ഈ വണ്ടി ഏറ്റവും ടോപ്പ് പെർഫോമൻസ് മോഡായ സ്പോർട്സ് മോഡാണ്. സ്പോർട്സ് മോഡ് ഇടുമ്പോൾ തന്നെ വണ്ടി നമ്മളെ വലിച്ചുകൊണ്ട് ഒറ്റ പോക്കാണ് പോകുന്നത്. ഒരു 200 cc പെട്രോൾ ബൈക്കിന്റെ അഗ്രഷനാണ് എനിക്ക് ഇപ്പോൾ ഈ വണ്ടിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 100 കിലോമീറ്റർ പവർ എന്ന് പറഞ്ഞ സ്പീഡ് റേഞ്ച് ഈ വണ്ടി പുട്ട് പോലെയാണ് അടിച്ച് കയറിയത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും പവർഫുൾ ആയിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ വരുന്ന മറ്റൊരു ഫീച്ചറാണ് ഈ വണ്ടിയുടെ ക്രൂസ് കൺട്രോൾ എന്ന് പറഞ്ഞ ഫീച്ചർ. ഇത് ഓണാക്കാനായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ക്രൂസ് കൺട്രോൾ ഒരു സ്വിച്ച് ആണ്. അത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി ക്രൂസ് മോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വരും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ആക്സിലേറ്റർ കൊടുക്കുകയും വേണ്ട. വണ്ടി തന്നെത്താനെ ആ നിലവിൽ ഓടുന്ന എത്ര സ്പീഡ് റേഞ്ച് ആണോ അതേ സ്പീഡ് റേഞ്ചിൽ തന്നെ വണ്ടി ഓടി കൊടുക്കും. മുമ്പൊക്കെ വില കൂടിയ ലക്ഷറി വണ്ടികളിൽ കിട്ടിക്കൊണ്ടിരുന്ന ഫീച്ചറാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ഈ ഇലക്ട്രിക് സ്കൂട്ടറിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ക്രൂസ് മോഡ് ഓൺ ആക്കാനായിട്ട് നമ്മൾ ഒന്നുകിൽ ജസ്റ്റ് ബ്രേക്ക് അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ത്രോട്ടിൽ ഒന്നുകൂടി ഒന്ന് റിലീസ് ചെയ്യുകയോ മാത്രം മതി. അപ്പോൾ തന്നെ വണ്ടി ക്രൂസ് മോഡ് ഓഫ് എന്ന് ഡിസ്പ്ലേ തെളിഞ്ഞിരിക്കുകയും വണ്ടി സാധാരണ പോലെ പഴയ കണ്ടീഷനിലോട്ട് വരികയും ചെയ്യും. പിന്നെ X1X-ൽ വരുന്ന വേറൊരു മികച്ച ഫീച്ചറാണ് ബ്രേക്ക് ബൈ വയർ എന്നുള്ള ഒരു ഫീച്ചർ. ആ ഫീച്ചർ എങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഞാനിപ്പോൾ പോകുന്നത് 50 കിലോമീറ്റർ സ്പീഡിലാണ്. ഞാൻ ബ്രേക്കോ 2 ലിവറും അപ്ലൈ ചെയ്യാതെ തന്നെ ഈ വണ്ടി നമുക്ക് സുഖമായിട്ട് നിർത്താനായിട്ട് പറ്റും. നിലവിൽ ഞാനിപ്പോൾ ഈ വണ്ടി ഓടിച്ചിട്ട് ഡെയിലി ലൈഫിന് വേണ്ടിയിട്ടുള്ള ഒരാളുടെ ഡെയിലി റൈഡിന് വേണ്ടിയിട്ടുള്ള റേഞ്ച് ടെസ്റ്റ് മാത്രമേ ഞാൻ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഓരോ മോഡും എത്ര കിലോമീറ്റർ ഓടും, ടോപ്പ് എത്ര കിലോമീറ്റർ വരെ നമുക്ക് ഓടിക്കാൻ പറ്റും എന്നുള്ള റേഞ്ച് ടെസ്റ്റ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ജസ്റ്റ് ഈ ഒരു ടൈം പീരീഡിൽ ഒരാളുടെ ഡെയിലി ലൈഫിന് ഒരു 10, 20, 30 കിലോമീറ്റർ ഓടിക്കുമ്പോഴത്തേന് എത്ര ശതമാനം ചാർജ് വണ്ടിക്കകത്ത് കുറയോ എന്നുള്ള കാര്യം മാത്രമേ ഞാനിപ്പോൾ നോക്കിയിട്ടുള്ളൂ. ഇപ്പോൾ ഈ വണ്ടി ഇവിടെ ഓടിച്ചുകൊണ്ട് വന്നിട്ട് ഇതുവരെ ഈ കീ ഓഫ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ട്രിപ്പ് കിലോമീറ്ററിൽ 26 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഈ കീ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്താൽ വീണ്ടും ഈ ട്രിപ്പ് റീസെറ്റ് ആയിട്ട് 0 എന്നുള്ളത് കാണിക്കും. വണ്ടി ഞാനിപ്പം ആ 95 നിങ്ങൾ വീഡിയോ ഫസ്റ്റ് നോക്കിയാൽ കാണാക്കും 95% വരുന്ന വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് ഉള്ള ബാറ്ററിയുടെ ചാർജ് ഇപ്പം ഞാൻ 26 കിലോമീറ്റർ ഓടിക്കാൻ നേരത്ത് 71% ഇത് കുറഞ്ഞിട്ടുണ്ട്.
ഇപ്പം മൂഡ് കിടക്കുന്നത് നോർമലിലാണ്. നോർമലിൽ ഇനി 93 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടൂ എന്നുള്ളതും ഈ വണ്ടിക്കകത്ത് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഈ 26 കിലോമീറ്റർ എന്നുള്ളത് ഒരാൾ സാധാരണ നമ്മൾ ഡെയിലി ലൈഫിൽ ഓടിക്കുന്ന പോലെ ഞാൻ സ്പോർട്സ് മോഡും എക്കോ മോഡും നോർമൽ മോഡും എല്ലാം 3 മോഡും ഏകദേശം ഒരേപോലെയൊക്കെ തന്നെ ഇട്ട് ഓടിച്ചാണ് ഞാൻ നോക്കിയത്. ഇപ്പൊ എന്തായാലും നമുക്ക് ഡെയിലി ലൈഫിൽ ഒരാൾ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും എക്കോ എന്ന് പറഞ്ഞ മോഡ് ഇട്ടിട്ട് നമുക്ക് എന്തായാലും ഓടിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേന് ഈ ഒരു ഇപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ കാണാവുന്ന പോലെ ഈ ഒരു റേഞ്ച് ആയിരിക്കും നമുക്ക് എന്തായാലും ഈ വണ്ടിക്കകത്ത് കിട്ടാൻ പോകുന്നത്. പക്ഷെ വേറൊരു കാര്യം എൻ്റെ ഈ വണ്ടി ഓടിച്ചപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വെച്ചാൽ എന്തായാലും ഈ വണ്ടിക്കകത്ത് ഈ കാണിക്കുന്ന റേഞ്ച് എന്നുള്ളത് നിലവിൽ ഈ വണ്ടിക്കകത്ത് ഈ കാണിക്കുന്ന റേഞ്ച് അത് പക്കായിട്ട് ഈ വണ്ടി എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു ചെറിയ തരത്തിലുള്ള വേരിയേഷൻ പോലും വണ്ടി എന്തായാലും കിട്ടുന്നില്ല. കറക്റ്റ് 100 കിലോമീറ്റർ ഓടുമെന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് പക്കായിട്ട് ആ 100 കിലോമീറ്റർ തന്നെ നമുക്ക് എന്തായാലും ഈ വണ്ടിക്കകത്ത് കിട്ടും. ഈ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് എൻ്റെ വണ്ടിയുടെ മാത്രം പ്രോബ്ലംസ് ആണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കത്തില്ല. ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് കാണിച്ചു തരാം. ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് എപ്പോഴും ഒന്നും കറക്റ്റായിട്ട് വണ്ടി അങ്ങോട്ട് പിക്ക് ചെയ്തെടുക്കുന്നില്ല. കാരണം ചില ടൈമിൽ നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് ഇവിടെ ആയിട്ടൊരു എറർ മെസ്സേജ് പോപ്പായിട്ട് വരും. അതായത് ഞാൻ ജസ്റ്റ് നിങ്ങളെ അത് വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കാണാക്കും ഇതേപോലെ ബ്രേക്ക് ബൈ വയർ ടേൺഡ് ഓഫ്. ഇതേപോലെ ഞാൻ നമ്മൾ നോർമലി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് ഇതേപോലെ ഒരു ബ്രേക്ക് ബൈ വയർ സ്റ്റോപ്പ് ചെയ്ത് ഓഫായിട്ട് പിന്നെ ഒരു വട്ടോടെ ഇഗ്നേഷൻ ഓൺ ആക്കുമ്പോഴത്തേന് എന്തായാലും വണ്ടി പോലെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അത് എന്താണ് പ്രോബ്ലം എന്നുള്ളത് എനിക്ക് ആ ഷോറൂമിൽ പോയി കാണിച്ചാൽ മാത്രമേ അറിയാനൊക്കത്തുള്ളൂ. ഈ വണ്ടിയുടെ പ്രോബ്ലം മാത്രമാണോ അത് ഇനി എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന വണ്ടി സ്റ്റാർട്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഫോൾട്ട് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളത് എനിക്കറിയത്തില്ല. ഷോറൂമിൽ പോകേണ്ടി വരും. കാരണം അവർ പറഞ്ഞ IDC റേഞ്ചിന്റെ പകുതി മാത്രമാണ് ഇപ്പൊ എനിക്ക് ഈ വണ്ടിക്കകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേന് എനിക്ക് അവിടെ ചെന്ന് കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഈ റേഞ്ച് ഇത്രയും കിട്ടാത്തതെന്നുള്ളത് അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. അതെന്തായാലും ഞാൻ ചോദിച്ചിട്ട് നിങ്ങളെ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വണ്ടി ഓടിക്കുമ്പോഴത്തേനും വണ്ടി യൂസ് ചെയ്തതിൽ പിന്നെ എനിക്ക് മേജറായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു തൊട്ടാ പൊട്ടുന്ന ടൈപ്പ് ആണ് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നല്ല രീതിക്ക് ഒന്ന് തള്ളി കഴിഞ്ഞാലോ അതിലൊന്ന് നമ്മൾ വണ്ടി അനക്കുമ്പോഴത്തേനും ഒന്ന് തട്ടിക്കഴിഞ്ഞാലോ ഈ സ്റ്റാൻഡ് എപ്പോൾ വേണേലും ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് ഈ സെൻസർ കൂടെയാണ്ട് ഈ വണ്ടിക്ക് എന്തെങ്കിലും സ്റ്റാൻഡിൽ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ മിക്കവാറും ഈ വണ്ടി സ്റ്റാർട്ട് ആകത്തുമില്ല. പിന്നെ ഒരു മേജർ എനിക്ക് കുഴപ്പം തോന്നിയത് ഈ വണ്ടിയുടെ ബ്രേക്കിംഗ് തന്നെയാണ്. വണ്ടിയുടെ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒട്ടും മീൻസ് ആ ബ്രേക്ക് വയർ ഓൺ ആണെങ്കിൽ ഓക്കെ, അത് ബ്രേക്ക് വയർ ഇല്ലെങ്കിൽ ഇവന്റെ ബ്രേക്കിംഗ് ഈ വണ്ടിയുടെ പവറിന് പറ്റിയിട്ടുള്ളതല്ല. നമുക്ക് ആക്സിഡന്റ് ഉണ്ടാകാനായിട്ട് നല്ല ചാൻസ് ഉള്ള ഒരു ബ്രേക്കിംഗ് തന്നെയാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ വണ്ടിയുടെ ചെയിൻ ഡ്രൈവ് ആയപ്പോഴത്തേനും വണ്ടിക്ക് പവർ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ചെയിൻ സൗണ്ട് ഓടിക്കുമ്പോഴത്തേന് ഒരു സൗണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എനിക്ക് ഫീൽ ആവുന്നത് ആ സൗണ്ട് ഒരു കുറച്ച് അരോചകരമായിട്ട് തോന്നുന്നുണ്ട്. ഒരു മുകളിലായിട്ട് വളരെ നല്ല രീതിക്ക് ആ ചെയിൻ കറങ്ങുന്നതിൻ്റെ ഒരു സൗണ്ട് നമുക്ക് നല്ല രീതിക്ക് അനുഭവപ്പെടും. ഒരു കുഴപ്പം ഈ വണ്ടിയിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ മെയിനായിട്ട് ഈ ബോഡി പാർട്സ് എല്ലാം ഫൈബർ തന്നെയാണ്. അതുകൊണ്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി വണ്ടിക്ക് പോരായ്മയായിട്ടുണ്ട്. പിന്നെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ആയിട്ട് ഈ കാണുന്നുണ്ടോ ഈ ഒരു വയറിങ്, ഇത് ജസ്റ്റ് ഇങ്ങനെ വെളിയിലോട്ട് പോപ്പ് ചെയ്തിരിക്കുക. ആ വയറിങ് കണ്ടു കഴിഞ്ഞാൽ ഒരു ലോക്കൽ ഒരു ബൾബിന് കൊടുത്തേക്കുന്ന കണക്കുള്ള ഒരു വയറിങ് ആണ് ഇപ്പൊ ഇവിടെ ഈ വെളിയിലായിട്ട് ഇങ്ങനെ കാണുന്നത്. ഈ വയറിങ്ങിനെ കണ്ടത് ഞാൻ അവിടെ ചെന്നിട്ട് അന്ന് വണ്ടി ബുക്ക് ചെയ്യാൻ പോയപ്പോഴത്തേന് തന്നെ അവിടുത്തെ 2-3 വണ്ടികളിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോഴത്തേന് എല്ലാ വണ്ടിയിലും ഇതേ അവസ്ഥ തന്നെയാണ്. ഇതേ വയറിങ് ഈ ഒരു വയറിങ് വെളിയിലായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തായാലും ഇത് എല്ലാ വണ്ടിയിലും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ഈ വയറിങ് ഇങ്ങനെ വെളിയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ നിലവിൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിലും വണ്ടി ഓടിച്ച് ടൈമുകൾ മാസങ്ങൾ കഴിയും തോറും ആ വയർ ദ്രവിച്ചു പോകാനുള്ള സാധ്യത എന്തായാലും ഉറപ്പാണ്. ദ്രവിച്ചു പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നമ്മളെ കാലാവസ്ഥയും ഈ മഴയും ഒക്കെ കൊണ്ട് കഴിയുമ്പോഴത്തേന് എന്തായാലും ഈ വയർ ദ്രവിച്ചു പോവുകയും ഇതിന്റെ സെൻസർ കട്ടായും വണ്ടി വഴി കിടക്കുകയും ചെയ്യും, ഉറപ്പാണ്. വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വണ്ടിയുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലോ ഈ വണ്ടിയെ പറ്റിയുള്ള എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ ജസ്റ്റ് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഈ എൻ്റെ ചാനലിലെ ലിങ്ക് കാണും ഇൻസ്റ്റാഗ്രാമിന്റെ, ആ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് എനിക്ക് DM ചെയ്താൽ മാത്രം മതി. എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്.